അതിന് പരാമർശം വന്നിരിക്കുന്ന ക്രിമിനൽ എന്നെ സംബന്ധിച്ചിടത്തോളം അണ്ണാ പാർട്ടിയുടെ ഒരു പ്രതിനിധി എന്ന രീതിയിൽ കേരളത്തിലെ സാധാരണക്കാരെന്ന് പറയുമ്പോൾ കോളനികൾ ചേരുക അങ്ങനെ നിത്യജീവിതത്തിന് വേണ്ടി ഒരു ദിവസം പോലും കൂലിപ്പണി ചെയ്യാൻ ശേഷിയില്ലാത്ത ആൾക്കാരുടെ ഇടയിലൂടെ സഞ്ചരിക്കുന്ന ഒരു പൊതുപ്രവർത്തനം. ഈ കഴിഞ്ഞുപോയ ഒരു മാസ കാലഘട്ടമാണ് ഈ ഉപസംബന്ധ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ജനവിഭാഗത്തിന്റെ ഇടയിലൂടെ സഞ്ചരിച്ച ഒരാളെന്ന രീതിയിൽ എനിക്ക് നേരിട്ട് അനുഭവിക്കാൻ പറ്റിയ ഒരു കാര്യം, ആ ജനങ്ങൾ അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം, സംവരണം നിർത്തലാക്കാൻ പോകുന്നു എന്ന ഒരു സന്ദേശമാണ് അവരിലെത്തിയിരിക്കുന്നത്. സംവരണമല്ല അവർ പറഞ്ഞു, എന്റെ കുഞ്ഞിന് കിട്ടുന്ന ലെൻസഗ്രാൻഡ് നിർത്താൻ പോകില്ല അങ്ങനെയാണ് ചോദിച്ചത്. അതാണ് സാധാരണക്കാരുടെ ഈ വിഷയത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നത്. അതെങ്ങനെ അവരിലേക്ക് എത്തി എന്ന് ചോദിച്ചാൽ, കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ നിൽക്കുന്ന വിമോചനം സമൂഹത്തിന്റെ ഉന്നതിക്ക് നമ്മൾ മുന്നിൽ കാണുന്ന ആക്ടിവിസ്റ്റുകൾ, അതോടൊപ്പം തന്നെ നേതൃത്വം, അവരിലൂടെ ഈ വിഷയത്തെ ചർച്ച ചെയ്ത് പോയിരിക്കുന്നത് ക്രിമിനലും അതിനപ്പുറം ഭാവിയിൽ സമരം നിർത്തലാക്കാൻ പോകുന്നതിന്റെ ആദ്യഘട്ടമാണ് എന്ന ഒരു ചർച്ചയുടെ അനന്തരഫലമാണ് ഈ സംവരണ ആനുകൂല്യം കിട്ടേണ്ട സാധാരണക്കാരുടെ മനസ്സിൽ എന്റെ മക്കൾക്ക് പെൻഷൻ തന്നെ കിട്ടില്ലല്ലോ എന്ന ഒരു സംശയത്തിലേക്ക് അല്ലെങ്കിൽ ഈ നിയമത്തെ കുറിച്ച് അണ്ണാ പാർട്ടിയിൽ വ്യക്താവുന്ന രീതിയിൽ ഞാൻ ചോദിക്കുക, അല്ലെങ്കിൽ ഞാൻ എന്റെ അഭിപ്രായം പറയുന്നു. ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യയിലെ അധസ്ഥിത വിഭാഗത്തിനെ നേരത്തെ പറഞ്ഞ പോലെയുള്ള നരവംശാസ്ത്രപരമായി ജാതിയെ വേർതിരിച്ചുകൊണ്ട് എല്ലാവരെയും ഒരു മനുഷ്യരെന്ന രീതിയിൽ കണ്ടുകൊണ്ടാണ് വട്ടമേശ സമ്മേളനത്തിൽ ബ്രിട്ടീഷുകാരോടൊപ്പം ഇന്ത്യ രാജ്യത്തെ പങ്കാളിത്തം വഹിക്കാൻ പോകുന്ന അന്നത്തെ നേതൃത്വത്തോടൊപ്പം എതിർത്തുകൊണ്ട് തന്നെയാണ് സംവരണം നമുക്ക് ഈ വിഭാഗത്തിന് വേണ്ടി അദ്ദേഹം നേരിട്ടത്. അങ്ങനെ ഇരിക്കെ നമ്മുടെ ഇടയിൽ ഈ 75 വർഷ കാലഘട്ടമായി സംവരണ ആനുകൂല്യത്തിന്റെ പങ്കാളിത്തത്തിലേക്ക് വരാത്ത ഈ വിഭാഗത്തെ ആരാണ് സംരക്ഷിക്കുന്നത്? അവരെ ആരാണ് കൈപിടിച്ച് അവരുടെ കുട്ടികളെ വരും തലമുറയെ അവരെയും നമ്മോടൊപ്പം കൊണ്ടുവരേണ്ടവരാണ് എന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഈ സമൂഹത്തിലെ ഒരു നേരത്തെ സാർ പറഞ്ഞ പോലെ എന്റെ അഭിപ്രായം എത്തിയിട്ടില്ല എങ്കിൽ പോലും മൊത്തത്തിൽ നമ്മൾ അംബേദ്കറേറ്റുകളെന്നും യജമാൻ അയ്യങ്കാളെയും അതോടൊപ്പം തന്നെ സാമൂഹ്യ പരിഷ്കർത്താക്കളെ എല്ലാം പറയുമ്പോൾ എന്തുകൊണ്ട് ആ വിഭാഗത്തിനെ അല്ലെങ്കിൽ ആ സമൂഹത്തെ സംരക്ഷിക്കപ്പെടുന്ന ഒരു ബില്ലിനെ നമ്മൾ എതിർക്കുന്നു തന്നെ ഞാൻ പറയുന്നത്. ക്രിമിനലിനെ ഞങ്ങൾ എതിർപ്പാണ്. ഒരിക്കലും നമ്മുടെ സാമ്പത്തിക സംവരണം കൊണ്ടുവരാൻ പറ്റില്ല, നമ്മുടെ സാമ്പത്തികപരമായി നമ്മൾ വേർതിരിക്കാൻ പറ്റില്ല. പക്ഷേ ഉപസംവരണത്തെ സംബന്ധിച്ചിടത്തോളം ഈ സാധാരണക്കാരുടെ ആശങ്കയെ വ്യക്തമായി അത് മനസ്സിലാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം തീർച്ചയായിട്ടും ഈ യോഗത്തിൽ കൂടിയിരിക്കുന്ന അതോടൊപ്പം മാഷിന്റെയും സണ്ണി മാഷിന്റെയൊക്കെ നേതൃത്വത്തിൽ പല കൂട്ടായ്മകൾ നടത്തുന്നു. ഈ കഴിഞ്ഞ എറണാകുളത്ത് നടന്ന ഗീതൻ മാഷിന്റെ നേതൃത്വത്തിൽ നടന്ന ശില്പശാല നടത്തി. ആ ശില്പശാലയിൽ വേറെ മഹാസഭ എന്ന് പറയുന്ന വേറൊരാക്കപ്പെട്ട വിഭാഗം ഈ മധ്യകേരളത്തിലെ വടക്ക് മേഖലയില്ല, തെക്ക് മേഖലയാണ് അവർ താമസിക്കുന്നത്. വെറും സാധാരണ ഇന്നും പുറമ്പോക്കിൽ കഴിയുന്ന ആ വിഭാഗത്തിനെ പ്രദാനം ചെയ്യുന്ന സജീവ് എന്നുള്ളൊരു പ്രതിനിധി കരഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ചോദിച്ച ചോദ്യമാണ്, ഞാൻ വേറൊരു വിഭാഗത്തിലുള്ളതാണ്, എന്റെ സമൂഹത്തിന് എന്റെ മക്കൾക്കും കൂടി ഒരു സംരക്ഷണത്തിന് വേണ്ടി സുപ്രീം കോടതിയിൽ വിധി പറയുമ്പോൾ സഹോദരങ്ങളെന്ന് നാളിതുവരെയും പറഞ്ഞു പഠിപ്പിച്ച നിങ്ങൾ എതിർക്കുന്നത് എന്തിനാണെന്ന ഒറ്റ ചോദ്യത്തിന് മുന്നിൽ ആ ഡേസിലിരുന്ന ഒരാൾക്ക് പോലും മറുപടി പറഞ്ഞു. അപ്പൊ ഇതുപോലെയുള്ള സാധാരണക്കാരുടെ ചോദ്യങ്ങളുടെ മുന്നിൽ നമുക്ക് എന്താണ് പറയാനുള്ളത്? ആ നേരത്തെ തുടർന്ന് എനിക്ക് മനസ്സാർ പറഞ്ഞു ഇവിടെ വരാൻ പറയാൻ കള്ളാർ വിഭാഗം അല്ലെ, അന്തോ കള്ളാർ വിഭാഗത്തിന്റെ പ്രതിനിധി സാധനം വെച്ചിട്ട് പറഞ്ഞത് ഈ യോഗം തന്നെ ഉപസംവരണവും ക്രിമിനലിനെയും എതിർക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോ ഞങ്ങളെ പോലെയുള്ള വിഭാഗത്തിന്റെ സംരക്ഷണം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ചർച്ചയിൽ ഞാൻ പങ്കെടുക്കണോ എന്നുള്ള സാധാരണക്കാരുടെ ചോദ്യത്തിന് മുന്നിൽ നമ്മൾ ഒരു കൂട്ടം ഈ വിഭാഗത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന നേതൃത്വങ്ങൾ ഗോവിന്ദ് സാർ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ലീഗിന്റെ നേതൃത്വം, ആ വരുന്ന അല്ലെങ്കിൽ BKC ഉൾപ്പെടെയുള്ള നേതൃത്വങ്ങൾ ഈ സമൂഹത്തെ എങ്ങോട്ടാണ് കൊണ്ടുപോകേണ്ടതെന്ന് ചോദ്യം മുന്നിൽ വന്നു. അത് തീർച്ചയായിട്ടും നിഷേധിക്കാൻ പറ്റുന്ന കാര്യമില്ല. നമ്മൾ അംബേദ്കറേറ്റ് വാദമാണ് മുന്നോട്ട് വെക്കുന്നതെങ്കിൽ എല്ലാവരെയും കൂട്ടിച്ചേർത്ത് പിടിക്കാനുള്ള മാനസിക മാറ്റം നമുക്കുണ്ടാകണം. അതല്ല ഗാന്ധിവാദമാണ് നമ്മൾ പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവരെയും മാറ്റി നിർത്തേണ്ടിയും വരും. കാര്യം ഗാന്ധിയാണ് പറഞ്ഞത്, സംവരണ പൂനാക്ക് ആക്ട് കൊണ്ടുവന്നാൽ ഇവിടെ ഹിന്ദു
ഹിന്ദു എന്ന് പറയുന്ന ഒരു സംഖ്യ നഷ്ടമാകും. അതുകൊണ്ട് പൂനം ബാറ്റിംഗ് എടുത്ത ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഗാന്ധി അത് നിലനിർത്താനാകും. ഗാന്ധിക്കെതിരെ അംബേദ്കർ പറഞ്ഞ വാക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം. വിളക്കുകാരിൽ കെട്ടി തൂക്കിയിട്ട് കൊന്നാൽ പോലും ഞാൻ ഇതിൽ നിന്ന് പിന്മാറില്ല എന്ന് പറഞ്ഞ എന്റെ സമൂഹത്തിന് വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ നാളെ ചരിത്രത്തിലേക്ക് തീർച്ചയായും ഒരു ചോദ്യം ഉണ്ടാവും. ആ ചോദ്യത്തെ നമ്മളെല്ലാം അഭിമുഖീകരിക്കേണ്ടി വരും. ഈ ഒരു വിധിയെ സംബന്ധിച്ച് ഇവിടുത്തെ ഒരു വിധമെങ്കിലും സമൂഹത്തെ നോക്കിക്കാണുന്ന, സമൂഹത്തെ പഠിക്കുന്ന, സമൂഹമായി ഇടപെടുന്ന ഈ ഒരു പരിധിയിലപ്പുറം ഈ വിഭാഗത്തിന്റെ ഇടയിൽ അവരും അഭിമാനിക്കുന്നുണ്ട്. കാര്യം നമ്മുടെ ഇത്രയും ഉദ്യോഗസ്ഥർ ഉണ്ടായിട്ടുള്ളതെന്ന് അഭിമാനിക്കുന്ന നമ്മൾ തന്നെയാണല്ലോ ഇവരുടെ വളർച്ച, അവരുടെ മാറ്റത്തിന് തലയ്ക്ക് കത്തി വെച്ചതെന്നുള്ള ഒരു ചോദ്യം ചരിത്രത്തിന് ഉണ്ടാവും. അപ്പൊ അവിടെയാണ് ഈ ചർച്ചയ്ക്കും അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ചർച്ചകളിലും വ്യക്തമായി ക്രിമിനലിനെ നമ്മൾ എതിർക്കുന്നു. ഒന്നടങ്കം ഈ പറയുന്ന സാധാരണക്കാരും പറഞ്ഞ കാര്യമാണ് നമ്മുടെ കയ്യിൽ സാമ്പത്തിക വേണ്ട. പക്ഷേ നമ്മൾ സമൂഹത്തെ കൊണ്ടുപോകേണ്ട ഈ ഉപസംഹരണ വിഷയത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു ആശങ്ക സാധാരണക്കാരുടെ മനസ്സിലിരിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഒഴിവാക്കിക്കൊണ്ട് വേണം ഇനി അങ്ങോട്ടുള്ള ഇതുപോലെയുള്ള കൂടിച്ചേരലുകളും അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ പറഞ്ഞ ഈ വിഭാഗത്തിന്റെ എല്ലാവരെയും കേൾക്കണം. നമ്മുടെ ഇടയിൽ പോയി വന്നിരിക്കുന്ന 10ഓളം സംഘടനകൾ, അതിൽ ജാതി സംഘടനകളും ദളിത് സംഘടനകളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമാണ്. പക്ഷെ ഈ സംവരണ ആനുകൂല്യം 75 വർഷമായി കിട്ടാത്ത ഭൂരിപക്ഷം വരുന്ന വിഭാഗത്തെ കേൾക്കാതെ കേരളത്തിന്റെ അഭിപ്രായം എന്ന രീതിയിലും ദളിത് ആദിവാസി സമൂഹത്തിന്റെ അഭിപ്രായം എന്ന രീതിയിലും ഒരു കാരണവശാലും പാർലമെന്റിലോ സംസ്ഥാന സർക്കാരിലേക്കോ ഈ വിഭാഗത്തിനിടയിൽ ഒരു ചോദ്യം വന്നാൽ അത് മൊത്തത്തിലുള്ള ഉത്തരമായിട്ടായിരിക്കും അവർ നോക്കിക്കാണും. അതൊരിക്കലും ഉണ്ടാകും. കാര്യം 21-ാം തീയതിയിലെ ഹർത്താൽ പോലും അതിന് അനുകൂലമായി കേരളത്തിൽ ഒരു ഭാഗം തീരുമാനമെടുക്കുമ്പോൾ ആ ഹർത്താൽ എവിടെയാണ്